ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന്. സഖ്യത്തിന്റെ കൺവീനറെ ഇന്ന് തീരുമാനിച്ചേക്കും. സീറ്റ് വിഭജനത്തിലും അന്തിമ ധാരണയാകുമെന്നാണ് വിവരം. ഇന്ത്യ സഖ്യത്തിൽ പലയിടത്തും അസ്വാരസ്യങ്ങൾ തുടരുന്നതിനിടയിലാണ് യോഗം. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കലാകും ഓൺലൈനായി നടക്കുന്ന യോഗത്തിന്റെ പ്രഥമ പരിഗണന. പശ്ചിമബംഗാളിലെ സീറ്റ് വിഭജനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ മമതാ ബാനർജി അസ്വസ്ഥയാണ്. ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാർ ആകട്ടെ മുന്നണി കൺവീനർ പദവി ലക്ഷ്യം ചെയ്താണ് മുന്നോട്ടു പോകുന്നത്. പ്രധാനമന്ത്രി മുഖമായി മല്ലികാർജ്ജുൻ ഖാർഗെയെ ഉയർത്തണമെന്ന മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ എന്നിവരുടെ ആവശ്യത്തിന് പിന്നാലെയാണ് നിതീഷ് കുമാറിന്റെ അതൃപ്തി ആരംഭിച്ചത്. സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ജെഡിയു വിമർശനം. സഖ്യത്തിന്റെ കൺവീനറുടെ കാര്യത്തിൽ നിർണായക തീരുമാനം ഇന്നുണ്ടാകും. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പാർട്ടികൾ തമ്മിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ തുടർ ചർച്ചകൾ നടക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ സഖ്യത്തിലെ പാർട്ടികളുടെ പ്രാതിനിധ്യം കോൺഗ്രസ് അഭ്യർത്ഥിക്കും. റിപ്പോർട്ടർ, ദില്ലി.